കുറെ പേര് ഇത് ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കണം ഈ പറയില്ല ഇതിന് വലിയ കളിയായിട്ടാണ് നമ്മളിവിടെ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു വലിയ പ്രശ്നമേ അല്ല. കാര്യം കുറെ പേർക്ക് ഞാനിങ്ങനെ പറയുമ്പോ തന്നെ അത് ഭയങ്കര അസ്റ്റോണിഷ്ഡ് ആവുകയാണ്. ഒന്നുമില്ല ഇങ്ങനെയായിരിക്കും ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു റിലാക്സേഷന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനകത്ത് ഞാൻ അധികം പിന്നെ ഇപ്പം റിപ്പീറ്റ് ചെയ്തതാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരാൻ ചാൻസ്. കുറെ പേര് എൻ്റെ ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണത്, എങ്ങനെയാണ് എപ്പോഴും ഫുൾ എനർജിക്ക് ഇരിക്കണത്, എപ്പോഴും കണ്ടന്റ്സ് ഇടുന്നു, എപ്പോഴും അപ്ഡേറ്റഡ് ആവുന്നു, എപ്പോഴും വർക്ക് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്. ഈ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ് കിട്ടിയെന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ലാസ്റ്റത്തെ ഒരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാണ്ടാവുക നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ എന്ത് മൂഡിലാണ് നമ്മൾ അന്ന് ഇരിക്കണതെന്ന് അവിടെ ഒരു വിഷയമേ അല്ല. നമുക്ക് എവറി ഡേ നമുക്ക് എക്സാംസ് ഉണ്ടാവും, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് എക്സാംസ് ഉണ്ടാവും. അപ്പം നമ്മൾ മറ്റേ റോബോട്ട്സിനെ പോലെ നമുക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്ന് ആർക്കും അറിയേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചു പോയ എക്സാം എഴുതുക, അങ്ങനെ ആ ഒരു ഇതാണ്. നമുക്കൊരു സന്തോഷവും ഇല്ലെങ്കിലും നമ്മൾ സന്തോഷം ഉണ്ടാക്കണം, നമ്മൾ ഉണ്ടാക്കണം. എന്നാലാണ് നമുക്ക് പഠിക്കാനും എക്സാംസ് എഴുതാനും ഒക്കെ ഒരു എനർജി കിട്ടുള്ളൂ. അപ്പൊ സെയിം പോളിസിയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യണത്. നമ്മൾ എന്ത് സിറ്റുവേഷനിലാണ്, നമ്മൾ എന്ത് മൂഡിലാണ് നമ്മൾ ഇരിക്കണത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളുടെ വർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. നമുക്ക് എന്താണോ ഇന്ന് ചെയ്യാനുള്ളത് അത് ചെയ്യുക. ഞാൻ അത് തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ നീറ്റ് ഹോസ്റ്റൽ അപ്പോൾ നമ്മൾ പറയണത് രാവിലെ എണീക്കണു, ഫുഡ് കഴിക്കണു, പഠിക്കണു, ഇത് തന്നെയാണ് റിപ്പീറ്റ് 2 കൊല്ലം 3 കൊല്ലം നമ്മൾ ചെയ്യണത്, റിപ്പീറ്റ് ചെയ്യണ സ്റ്റുഡൻസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടും ഞാൻ എപ്പോഴും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ പറയാനും ഒക്കെ എനിക്ക് ഇത്രയും എനർജി ഉള്ളത്. കാരണം നമ്മൾ ഈ പറയില്ല എന്താണ്, ഇതിനും വലിയ കളി കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കണത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു വലിയ പ്രശ്നമേ അല്ല. കാര്യം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അവിടെ. ഒന്ന് ലൈക്ക് നമ്മൾ ആക്റ്റീവായിരുന്നാലാണ് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല എനർജറ്റിക് ഇരുന്നാലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയാം, നീറ്റ് ഒന്ന് അടിച്ചു നോക്കി, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം ആണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പെട്ടെന്ന് എല്ലാ റീൽസ് കൊടുക്കുന്നതും എല്ലാ പേരും ഭയങ്കര അസ്ട്രോണിഷ്ഡ് ആയിട്ട് എല്ലാം ചോദിക്കാറുണ്ട് ഇതൊന്നും എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറയണം എന്നുള്ളത്. അത് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നല്ല, ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കണം. എന്തിനാണ്? നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ വേണം. നമ്മൾ തന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അല്ലാതെ ഇന്ന് നിനക്ക് ഇച്ചിരി ഹാപ്പിനെസ് പിടിച്ചോ എന്ന് പറഞ്ഞാൽ ആരും കൊണ്ട് തരില്ല. നമുക്ക് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ. പിന്നെ ഹാപ്പി അല്ലാണ് എനിക്കിന്ന് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വർക്ക്സിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അതൊക്കെ ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഞാൻ അവിടെ നിന്ന് കിട്ടിയതാണ്. എനിക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യണ സമയത്ത് എനിക്ക് കിട്ടിയതാണ്. അപ്പം സോ മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എനിക്ക് ഇനി ലൈഫ് ഇസ് വെരി ഈസി ഫോർ മീ, ലൈഫ് ക്യാൻ ബി ഈസി ഫോർ മീ. കാര്യം എല്ലാ കാര്യങ്ങളും അതിന്റെ സെൻസിൽ എടുക്കാൻ അല്ലെങ്കിൽ ടൈമിനി വെറുതെ വേസ്റ്റ് ചെയ്യരുത്, ഫീലിങ്സിന്റെ ബേസിസിൽ വേസ്റ്റ് ചെയ്യരുതെന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായതാണ്. നമുക്ക് ആൾട്ടർനേറ്റ് ഡേയ്സിൽ എക്സാംസ് ഉള്ളത് കാരണം നമുക്ക് അത് ഒന്നും ആലോചിച്ചിരിക്കാൻ സമയമില്ല. നമ്മൾ ഹോസ്റ്റലിൽ പോണു, പഠിക്കണു, പിന്നെയും എഴുതണു, ഇത് തന്നെ നമുക്ക് റിപ്പീറ്റിൽ ഉണ്ടാവുക. അല്ലാതെ അവിടെ പോയിട്ട് വേറെ ഒരു കളി നടക്കില്ല. അപ്പം അതാണ് മെയിനായിട്ട് ഞാൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണത്. ഇപ്പം എനിക്കിത് മാത്രമേ ഉള്ളൂ ചെയ്യാൻ. അപ്പം ഞാൻ ഇതിൽ തന്നെ നല്ലോണം ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക എൻ്റെ കാര്യത്തിൽ. കുറേ പേർക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ അവർ ഭയങ്കര അസ്റ്റോണിഷ്ഡ് ആവുകയാണ്. 3 കൊല്ലം എങ്ങനെ പഠിച്ചു, ഇനി എങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പിന്നെ നിൽക്കുക എന്ന് പറയണത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാൻ എനിക്ക് തോന്നില്ല. അത് ഏത് കാര്യത്തിനാണെങ്കിലും ഞാൻ ഇറങ്ങിയാൽ അതിന്റെ റിസൾട്ട് എനിക്ക് കാണണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര അസ്ട്രോണമിനെ കുറിച്ച് എങ്ങനെയാണ് ഇത്ര നാളും പഠിച്ചെന്നുള്ളത് ഭയങ്കര കാര്യമാണ്. അപ്പം എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പഠിക്കണത് ഒരിക്കലും ഒരു ബേർഡൻ ആയിട്ട് തോന്നാറില്ല. ഞാൻ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്. എൻ്റെ പാഷൻ എനിക്ക് തോന്നുന്നത് പഠിത്തം തന്നെയാണ്. കാര്യം ഞാൻ റീലിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. നമ്മള് എന്താ പറയാ, സമയം നോക്കാണ്ട് ചെയ്യണ ഒരു കാര്യത്തിനാണ് പാഷൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര ചെയ്താലും മടുക്കാണ്ട് ഇനിയും
പഠിത്തം എന്ന് പറയണത് നമുക്ക് ഭയങ്കര മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നിട്ട് കൂടിയും എനിക്ക് അത്രയും ഇഷ്ടം ഉണ്ടാവണം എന്ന് പറയുന്നത് പാഷൻ തന്നെ ആയിരിക്കും. ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു റിലാക്സേഷന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനകത്ത് ഞാൻ അധികം സമയം എഫേർട്ട് ഒന്നും ഇട്ടിട്ടില്ല, ഇപ്പോഴും ഇടുന്നുമില്ല. ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒരു 20% എഫേർട്സ് മാത്രമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇടാറ്, അല്ലെങ്കിൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറ്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ പാഷൻ എന്ന് പറയുന്നത് എനിക്ക് പഠിത്തം തന്നെയാണ്. കാര്യം ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇതാണ്, എനിക്ക് ജീവിതകാലം മൊത്തം പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം പണ്ടും. അപ്പൊ ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് ആഗ്രഹം. ഇത്രയും ഞാൻ സഫർ ചെയ്തിട്ടും എനിക്ക് അത് തന്നെയാണ് ആഗ്രഹം. അപ്പൊ പാഷൻ ഐ തിങ്ക് സ്റ്റഡി. അങ്ങനെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു റിപ്പീറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ഈസി ഇൻ ദ സെൻസ് എനിക്ക് എൻ്റെ ഉള്ളില് പഠിക്കാൻ ഇഷ്ടമുള്ളത് കാരണം ഒരു 20% എങ്കിലും ഈസി ആയിരുന്നു. പക്ഷെ റിപ്പീറ്റ് കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു, ഞാൻ പോകാൻ പോണവരെ പേടിപ്പിക്കുകയല്ല, എനിക്ക് ഭയങ്കര ഒരു ത്രെറ്റനിങ് പീരീഡ് തന്നെയായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഓരോ ദിവസം അവിടെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്ന് വെച്ചാൽ വേറെ രീതിക്കൊന്നുമല്ല കേട്ടോ, നമ്മൾക്ക് സ്ട്രെസ്സാണ്, നമ്മൾ ഭയങ്കര സ്ട്രെസ്സിൽ കൂടിയാണ് റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ കടന്നു പോകണം. നമ്മൾ കാര്യം ഓരോ ദിവസം എക്സാം വന്നു, റിസൾട്ട് വരണു, അതിൽ മാർക്കില്ല, പിന്നെയും താഴെ പോണു, പിന്നെയും. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ റിസൾട്ട് നോക്കാണ്ട് വർക്ക് ചെയ്യാൻ പഠിച്ചതും ഈ ഒരു ഫീൽഡിൽ നിന്നിട്ടാണ്. കാര്യം എത്ര പഠിച്ചാലും ഈ സാധനം മാർക്ക് മുകളിലേക്ക് വരില്ല, നമ്മുടെ റാങ്ക് മുകളിലേക്ക്, നമ്മളെപ്പോഴും താഴെ ഉണ്ടാവും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ റിപ്പീറ്റ് ഒക്കെ ആയപ്പോൾ ഓക്കെ. പക്ഷെ റിസൾട്ട് ഞാൻ നോക്കില്ല എന്ന് തീരുമാനിച്ചത് അപ്പോഴാണ് എനിക്ക് എൻ്റെ മാർക്ക് കൂടാൻ തുടങ്ങിയത്. അപ്പം അപ്പോഴും ഞാൻ പറയണ ആ ഒരു ക്വാളിറ്റി ഞാൻ ഇവിടെ നിന്ന് പഠിച്ചാണ്. എന്താണ്, മാർക്ക് നോക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്സിന് റിസൾട്ട് നോക്കാണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. റിസൾട്ട് വന്നോളും, നമ്മളുടെ വർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുക. നമുക്ക് ഇനി അതിനകത്ത് ആലോചിക്കാൻ അതെനിക്ക് ശരിയാക്കുന്നു, ഇതെനിക്ക് ശരിയാ, അങ്ങനെ തോന്നാൻ പാകത്തിന് നിങ്ങളുടെ ടൈം എഫോർട്ട് അതിനകത്തിട്ടാൽ പിന്നെ റിസൾട്ട് വന്നോളും. റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ വന്നില്ലെങ്കിലും നമുക്കത് സെറ്റാക്കി എടുക്കാം, അതിപ്പോ പ്രശ്നമൊന്നുമില്ല. നമ്മള് അത് അങ്ങനെ ചെയ്യാം. പിന്നെ ഇപ്പം റിപ്പീറ്റ് ചെയ്തതാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരാൻ ചാൻസ്, എവിടെയാണ് ചെയ്തത്? ഞാൻ സൈലത്തിലാണ് ചെയ്തത്. 2 years ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. 1 കൊല്ലം ഞാൻ ഇവിടെ വീട്ടിലിരുന്നാണ് പഠിച്ചത്. അപ്പം പിന്നെ സൈലം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പം എന്താ പറയാ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നല്ല കോച്ചിങ് തന്നെയാണ്. ഞാൻ അതിനെ കുറിച്ച് കുറെ ഒന്നും കിടക്കുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എ വാഗ് ഇൻട്രൊഡക്ഷൻ ടു മൈ ദിസ് തിങ് അല്ലേ.